അതിൽ താഴെ കുത്തിയാ? അല്ല അവിടെ താഴെ കുത്തിയാ നോക്കട്ടെ. ഹായ് ഹലോ, വീണ്ടും നമ്മൾ ചെറിയൊരു ഡ്രൈവിംഗ് വ്ലോഗായിട്ട് വന്നതാണ്. ഒരു വർഷത്തിന് മുന്നേ നമ്മൾ ഇതുപോലെ ഒരു വ്ലോഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു യാത്രയിൽ ഞാനും 2 കുട്ടികളും കൂടി നമ്മളൊന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കുറച്ച് ഡ്രൈവിങ്ങിനെ പറ്റി അല്ലെങ്കിൽ വെറുതെ ഒന്ന് സംസാരിക്കാം എന്ന് കരുതിയിട്ട് മൂത്ത മോളാണ് ക്യാമറ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇറങ്ങി ഈ സമയം ഈ പാലം ഒന്ന് കാണിച്ചു കൊടുത്തേ. പാലം വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പാർക്കിലേക്കാണ്. ആ പാർക്കിൻ്റെ പേര് പിന്നെയും ഞാൻ മറന്നുപോയി. കഴിഞ്ഞ സമയത്തും മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൺസെറ്റ് സമയം ആകാശമൊക്കെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളൊന്നും കൂടി കോൺഫിഡൻ്റ് ആയി. ഇനിയിപ്പോൾ ഇന്ന് എടുത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ കുട്ടികളെ കൊണ്ടൊന്ന് പുറത്തിറങ്ങുക, അതുപോലെ തന്നെ എൻ്റെ ഡ്രൈവിംഗ് ഒന്ന് എനിക്ക് പൊടി തട്ടിയെടുക്കുക എന്നൊക്കെയുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം തിരക്കായി തുടങ്ങുന്ന ഒരു സമയമാണ്. മുൻപിൽ ബ്ലോക്കൊക്കെ വന്നിട്ട് നമ്മൾ നിർത്തിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക് വണ്ടിയല്ല കേട്ടോ നമ്മുടെ ഇത്, ക്ലച്ച് വണ്ടിയാണ്. ഗിയർ മാറ്റിയിട്ട് പോകുന്ന വണ്ടിയാണ്. അത് ആരോ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക് വണ്ടിയല്ല കേട്ടോ നമ്മുടെ ഇത്, ക്ലച്ച് ഗിയറുള്ള വണ്ടിയാണ്. അപ്പോൾ ആരോ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മളിവിടെ ബ്ലോക്കിൽ ഇങ്ങനെ കിടക്കുകയാണ്. അവിടെ ഒരു ട്രാഫിക് സിഗ്നൽ ഉണ്ട്. പതിയെ നമുക്ക് പതിയെ പോയാൽ മതി. നമ്മൾക്ക് ഒരു ധൃതിയുമില്ല, നമുക്ക് സമാധാനത്തില്ല. അതെ, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ധൃതി എന്ന് പറഞ്ഞാൽ സന്ധ്യ കഴിഞ്ഞിട്ട് ഇറങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ധൃതിയിലാണ് വന്നത്. അപ്പം അങ്ങനെ നമ്മൾ പയ്യെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പാർക്കിൽ പോവുക. അവിടുത്തെ പാർക്കിംഗ് എങ്ങനെയാണെന്നും അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ കുറച്ച് നേരത്തെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് പാർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. മുൻപിലൊരു പുതിയ വണ്ടിയാണ് കേട്ടോ പോണത്. എനിക്കെന്താ അല്ല, വേറൊരു വണ്ടിയല്ലേ, അതിൻ്റെ പേരെന്താണോ? BE6. സോറി, വണ്ടികളെ പറ്റി തീരെ ധാരണയില്ലാത്ത ഒരു കുട്ടിയാണ്. അവര് ആ സൈഡിൽ കൂടി കയറി പോയിട്ടുണ്ട്. ഭാഗ്യം. വേണ്ട, അങ്ങനെയൊക്കെ എടുക്കല്ലേ വല്ലവരുടെ വണ്ടിയൊക്കെ. നമ്മളങ്ങനെ എടുക്കാനൊന്നും പാടില്ല കേട്ടാ, അല്ലേ? അല്ല, അങ്ങനെ വേറെ ആൾക്കാരുടെ ഒന്നും നമ്മളങ്ങനെ കാണിക്കാനൊന്നും പാടില്ല. അവരുടെ പ്രൈവസി അല്ലേ അത്. അപ്പൊ നമ്മളിങ്ങനെ ബ്ലോക്കിൽ കിടക്കാണ്. ബ്ലോക്കല്ല, ട്രാഫിക് സിഗ്നൽ ഉണ്ട് അവിടെ. ട്രാഫിക് സിഗ്നൽസ് എഹെഡ് അവിടെ കണ്ടോ? ട്രാഫിക് സിഗ്നൽസ് എഹെഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അതെ, ട്രാഫിക് സിഗ്നൽ അഹെഡ്. ട്രാഫിക് അല്ല, ട്രാഫിക് സിഗ്നൽ അഹെഡ്. ഓക്കെ, നമുക്ക് ആ സിഗ്നൽ വീണ് കിട്ടിയിട്ടുണ്ട്. ഗ്രീൻ കണ്ടോ? ഫോർട്ട് കൊച്ചി ഒന്നും അല്ല, ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു പാർക്കിലേക്കാണ് പോണതെന്ന്. അവിടെ കാറൊക്കെ നിർത്തിയിട്ടേക്കാണ്. നമുക്ക് ഭാഗ്യമുണ്ട്, നമ്മൾ കയറി പോയിട്ടുണ്ട്. മലയോ? ഇനി ഒരു പാലവും കൂടി കടക്കണം കേട്ടോ. എന്നാൽ ഒരു പാലം കൂടി ഉണ്ട്. നമ്മുടെ ഒരു പാലം കഴിഞ്ഞു. രണ്ടാമത്തെ പാലത്തിന്റെ വ്യൂ നല്ല വ്യൂ ഉണ്ട് അല്ലേ? നല്ല രസമുണ്ട്. സൺസെറ്റ് സമയം. പക്ഷെ ഇത്തിരി ഒരു മഴക്കാറും കൂടി ഉണ്ട് സത്യത്തില്. ഇല്ലേ? ആരൊക്കെ മീനൊക്കെ ചൂണ്ടയിടാനൊക്കെ നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. യെസ്, കുട്ടിക്ക് കൈവേനെടുക്കുന്നുണ്ട്. കുട്ടി മറ്റേത് എടുത്തില്ല അല്ലേ? നമ്മളിപ്പോ ഏകദേശം കോപ്റ്റ് എവന്യൂ അങ്ങനെ എന്തോ ആണോ സ്ഥലത്തിന്റെ പേര്, ഞാൻ സത്യം മറന്നു പോയിട്ടാ. ഇപ്പൊ നിങ്ങളോട് പറയാനുള്ളത്, ഡ്രൈവിംഗ് പഠിക്കാനുള്ള ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ ധൈര്യസമേതം പഠിച്ചു തുടങ്ങുക, പ്രാക്ടീസ് ചെയ്യുക. എനിക്ക് ഡെയിലി ബേസിൽ അങ്ങനെ ഓടിക്കേണ്ടി വരണില്ല. അതായത് ഇപ്പോൾ യോഗ ക്ലാസ് ഒക്കെ എടുക്കാൻ പോവുകയാണെങ്കിലും നമുക്ക് കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും എളുപ്പത്തിൽ എത്തിച്ചേരാനായിട്ടൊക്കെ വേണ്ടിയിട്ട് 2 വീലർ തന്നെയാണ് ഞാനൊരു ഡെയിലി ബേസിൽ എടുക്കാറുള്ളത്. അത് കാറ് യൂസ് ചെയ്യാറില്ല. അതുമല്ല, ഞാൻ മാത്രമേ പോകുന്നുള്ളൂ എന്നുള്ളതുകൊണ്ട്. പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു മന്ത്ലി വൺസ് എങ്കിലും ഇപ്പോൾ മസ്റ്റായിട്ടും തനിയെ ഡ്രൈവ് ചെയ്യണം എന്നുള്ള ഒരു ടാർഗറ്റിലാണ് ഇപ്പോൾ പോകുന്നത്. എവിടെയും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ മാസത്തിലൊരിക്കൽ. മറ്റേത് ഹസ്ബൻഡിൻ്റെ കൂടെ പോകുമ്പോൾ ആളുടെ ഒരു സൂപ്പർവിഷൻ ഉണ്ടാകുമല്ലോ. ഇതല്ലാതെ തനിയെ ഡ്രൈവ് ചെയ്ത് പോകണം എന്നുള്ള ഒരു കാര്യമാണ് കേട്ടോ പറഞ്ഞത്. ഓക്കെ, അതൊക്കെയാണ്. ഇപ്പം എങ്ങനെയുണ്ട് അമ്മയുടെ ഡ്രൈവിങ്? ഇമ്പ്രൂവ് ആണോ? കുട്ടികളുടെ ഒരു അഭിപ്രായം എന്താണ്?
ഞാൻ 10 കൊടുക്കാനാണെങ്കിൽ ഞാനൊരു 8 അല്ലെങ്കിൽ 7 കൊടുക്കാം. 8 അല്ലെങ്കിൽ 7 കൊടുക്കാം. 7.56. ഓക്കെ, 7.5 അല്ലെങ്കിൽ 6. ഓക്കെ, എനിക്ക് 7.5 മതി. അല്ല, അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഓടിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. ആദ്യമൊക്കെ ഓടിക്കുമ്പോ ഇടക്കിടക്ക് പറഞ്ഞോ. 10 ശരി. 10 6 ഇളയകുട്ടി തന്നേക്കണത്. എന്തായാലും അവരിനി കൂടുതൽ തന്നിട്ട് അമ്മക്ക് അഹങ്കാരം വരണ്ടെന്ന് വെച്ചാൽ നമ്മുടെ സ്ഥലം എത്താറായിട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ കാണിച്ചതാണ്. വലിയൊരു വണ്ടി ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അപ്പം അത് ആ പാർക്കിന്റെ പേര് അവിടെ ഉണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കി പോണം. യെസ്, അവിടെ കുറെ പന പോലത്തെ മരങ്ങളൊക്കെ ഉണ്ട്. അതെ, ഇതാണ് പാർക്കും. ഇതും കോപ്റ്റ് അവന്യൂ വാക്ക്വേ എന്നാണ് കേട്ടോ. അപ്പൊ ഇവിടെ സൈഡില് പാർക്ക് ചെയ്യാനായിട്ടുള്ള ഇവിടെയാണ് പതിയെ നമ്മൾക്ക്. പക്ഷെ പാർക്കിംഗ് സ്പേസ് കിട്ടാൻ കുറച്ച് ഇതാണ്. ഒന്ന് പാർക്കിംഗ് സ്പേസ് ഒക്കെ കാണിച്ചേ കേട്ടാ. കൊറേ ഉണ്ട്. ഓക്കെ, ഇനി പതിയെ ഒന്ന് സ്ലോ ആക്കി ഞാൻ സെക്കൻഡിലോട്ട് ആക്കിയിട്ട് പതിയെ നമുക്ക് എവിടെയെങ്കിലും കയറ്റാൻ പറ്റുമോ എന്നുള്ളൊരു രീതിയിൽ നോക്കാൻ ഉദ്ദേശിക്കുകയാണ്. ട്രൈ ചെയ്യാം. ആ സൈഡ് നോക്കണേ. Parking 4 wheels, guys. ഓക്കെ അല്ലേ? പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഇറക്കുന്ന സമയത്ത് അടിപൊളി. അപ്പോൾ ഈ രീതിയിലാണ് കേട്ടോ ഞാൻ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. വലിയ കുഴപ്പമില്ലാതെ നമുക്ക് പാർക്ക് ചെയ്യാൻ സാധിച്ചു. അത് കഴിഞ്ഞ് കുട്ടികൾ രണ്ടുപേരും ഷട്ടിൽ ബാറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും കാര്യമായിട്ട് ഷട്ടിലൊക്കെ കളിക്കാനുള്ള ഉദ്ദേശത്തിനാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ പാർക്കിലോട്ട് എത്തി. കുറച്ച് ആൾക്കാരൊക്കെ അവിടെ വന്നിട്ടുണ്ട്, ആൾക്കാരൊക്കെ ഉണ്ട്. കുറച്ച് നേരം ഇവർ കളികളിലൊക്കെ മുഴുകി. ഞാൻ കുറച്ച് നേരം നടന്നു. അങ്ങനെയൊക്കെ നമ്മൾ പാർക്കിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ഇളയാൾക്ക് ഇത് കളിക്കാനായിട്ട് കാര്യമായിട്ട് അറിയില്ല, എന്നാലും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു പാർക്കിലത്തെ നമ്മുടെ പരിപാടികൾ. എങ്ങനെയുണ്ട്? ഇങ്ങോട്ട് നോക്കി പൂജ പയ്യെ. ഇവരങ്ങനെ കളിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് അവിടെ നടക്കാനായിട്ടുള്ള ഏരിയയിൽ കുറച്ച് നേരം നടന്നു. അതൊക്കെയായിരുന്നു എൻ്റെ പരിപാടികൾ. ഒരു അരമണിക്കൂറോളം നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാകും. അത് കഴിയുമ്പോൾ അധികം ലേറ്റ് ആവുന്നതിന് മുന്നേ തന്നെ തിരിച്ചു പോവാം എന്ന് പറഞ്ഞ് ഞാൻ ഇവരെ വിളിച്ചു കഴിഞ്ഞ് പിന്നെയും കുറച്ച് നേരം കൂടി കളിക്കണം എന്നുള്ള വാശിയിൽ അങ്ങനെ അവർ ലാസ്റ്റ് ഇങ്ങനെ കളികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സന്തോഷമായാ? നന്നായിട്ട് കുട്ടിയെടുക്കണം. എനിക്ക് കളരിയിൽ പോയിട്ട് ചെയ്യണമെന്നുണ്ട്. അമ്മ ഇങ്ങനെ ചെയ്യണമെങ്കിൽ അവിടെ വരുത്താ. അങ്ങനെ ഫൈനലി പറഞ്ഞ് കുട്ടികളെയും വിളിച്ച് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ അവിടെ പാർക്കിംഗ് ഒക്കെ ആൾക്കാർ കൂടിയിട്ടുണ്ട്. അപ്പോൾ കാർ ഇനി നമ്മൾ പുറത്തോട്ട് എടുക്കുക എന്നുള്ളതാണ് അടുത്തൊരു ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ പതിയെ നമ്മുടെ കാറിനെ ലക്ഷ്യം വെച്ച് നടന്ന് നീങ്ങുകയാണ്. നല്ല ആകാശത്തിന് നല്ല എന്താ പറയുക, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സൊക്കെ കാണാൻ പറ്റുന്ന ഒരു സമയമായിരുന്നു. കംപ്ലീറ്റ് ആയിട്ട് ഇരുട്ടായി തുടങ്ങിയിട്ടില്ല. ഒരു 6:45 ആയിട്ടുണ്ടാവും തോന്നുന്നു. നമ്മളവിടെ ഓൾമോസ്റ്റ് ഒരു 1/4 മണിക്കൂറൊക്കെ ചിലവഴിച്ചിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ അടുത്തതായിട്ട് ഇതെങ്ങനെ ഇവിടുന്ന് തിരിച്ചെടുക്കും എന്നുള്ളൊരു രീതിയിലായിരിക്കുള്ളൂ നമ്മൾ പോണത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇനി അടുത്തത്. ഇതല്ലേ അല്ല ബാക്കില് ഇപ്പം നമ്മുടെ അമ്മയുടെ ചോദിക്കണ ഞാൻ പറഞ്ഞതല്ല. ഞാൻ ഇറങ്ങാം. ഓണാക്കിയിട്ടുണ്ട്. ഞാൻ പുറത്തിറങ്ങി പറയാം. വേണ്ട ഇതില്ല ഇല്ല മുട്ടത്തില്ല. അമ്മ ആ സൈഡ് നോക്കിയാൽ മതി. ഇവിടെ മുട്ടത്തില്ല. ഉറപ്പല്ലേ? ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട്. എന്തോരം ഡിസ്റ്റൻസ്?
ആവശ്യത്തിനുണ്ട്, ഇവിടെ മുട്ടത്തില്ല. ആണോ? നീ കിട്ടാ വണ്ടി പൊക്കോട്ടെ. ഗൈസ് അപ്പൊ റോഡിലോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഫൈനലി നമ്മൾ ആ ഒരു കടമ്പ, ആ കടമ്പയാണ് എനിക്ക് തോന്നുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? പത്തിലൊരു 3 കൊടുക്കാൻ. അയ്യോ, അത്രക്ക് ശോകമായിരുന്നു. പക്ഷെ ഇങ്ങനെ അധികം നമ്മൾ വരണില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. അടുത്തത് നമ്മൾ ബോബാട്ടി. ഞങ്ങള് പൂജിതനെ പറഞ്ഞിരിക്കുന്നത് ബോബാട്ടി വേണമെങ്കിൽ മതിയാക്കി ഇരിക്കണം എന്നല്ലേ? അതെ, അവിടെ ഒരു കടയുണ്ട്, അവിടെ പാർക്ക് ചെയ്യാൻ പറ്റണ സാഹചര്യം ആണെങ്കിൽ നിർത്തും. അപ്പൊ ഇപ്പൊ നമ്മള് നിങ്ങൾ എത്ര കൊടുക്കണെന്നും കൂടി പറയണം കേട്ടോ. 10 എത്ര കമന്റ് ചെയ്യണം. ഡ്രൈവിങ്ങിന് 10 എത്ര കൊടുക്കുമെന്ന് കമന്റ് ചെയ്യും. അയ്യാ, അത് പക്ഷെ അവർക്ക് അറിയാൻ പറ്റില്ല. അവരെന്റെ വണ്ടിയിൽ വന്ന് ഇരുന്ന് കഴിഞ്ഞിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേ നമുക്ക് അവർക്ക് നമ്പർ പറയാനായിട്ട് പറ്റുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാണുമ്പോ അതേ സൈഡിൽ ആ പാലത്തിന്റെ സൈഡിലൊക്കെ കാണിച്ചാൽ നമ്മൾ പാലം, അപ്പോൾ കടന്ന 2ാമത്തെ പാലം, അത് നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ആദ്യത്തെ പാലം ആയിരിക്കാണ്. സൈഡിലൊക്കെ ആൾക്കാർ വന്നിങ്ങനെ നിൽക്കുന്നുണ്ട്, ചൂണ്ടയിടാനായിട്ട് ആൾക്കാരുണ്ട്, ചൂണ്ടയിടുന്ന ആൾക്കാർ ആ സൈഡില്. ആ സൈഡ് കാണിക്കാൻ പാടില്ലായിരുന്ന ആൾക്കാർ ചൂണ്ടയിടാൻ സൈഡിൽ ഫുൾ. ആ, അങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ട്. സന്ധ്യ ആയി തുടങ്ങി, നമ്മള് പതിയെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വേറെന്താ? ഡ്രൈവിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ശ്രദ്ധിച്ച് ഓടിക്കുക. ധൈര്യം വേണം, സത്യമായിട്ടും ധൈര്യം വേണം. പേടിച്ചിരുന്നാൽ നമ്മൾ ഇരിക്കേ ഉണ്ടാവുള്ളൂ. പിന്നെ കുറേ പ്രാവശ്യം ഞാൻ ഈ പറഞ്ഞതുപോലെ നിന്ന് പോയിട്ടുണ്ട് വണ്ടി. പക്ഷെ ഇപ്പം അങ്ങനെ നിന്ന് പോവല് കമ്പാരിറ്റീവ്ലി കുറവല്ലേ. അങ്ങനെ പണ്ടത്തെ പോലെ നിന്ന് പോകുന്ന പരിപാടിയില്ല. നമ്മുടെ കൈ അതായിട്ട് കാലും കൈയും ഒക്കെ അത് ട്യൂണായി എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് വണ്ടി ഓടിച്ചില്ലെങ്കിൽ കുറേ ഗ്യാപ്പൊക്കെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ വണ്ടി എടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് ചെരുപ്പിട്ട് വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇന്ന് പക്ഷെ ഞാൻ ചെരുപ്പിട്ടിട്ടാണ് കേട്ടോ വണ്ടി ഓടിക്കുന്നത്. ഇപ്പം എനിക്ക് ഏകദേശം ഏത് ചെരുപ്പും വേണ്ട, ഏത് ചെരുപ്പിട്ടിട്ടും വണ്ടി ഓടിക്കാൻ ആവശ്യത്തിന് കോൺഫിഡൻസ് ആയി. നേരത്തെ ഒരു ഷൂ ഉണ്ടായിരുന്നു, ആ ഷൂ ഇട്ടിട്ട് മാത്രം ആണ് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. അതായത് തുടക്കത്തിൽ ഞാൻ ചെരുപ്പിടാതെയാണ് വണ്ടി ഓടിച്ച് ശരിക്കും പഠിക്കണത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ പതിയെ നമ്മൾ ചെരുപ്പിടാൻ തുടങ്ങി. ഇവിടെ നമ്മുടെ സിഗ്നലാണ്, വണ്ടികളൊക്കെ കാത്ത് കിടക്കുന്ന സ്ഥലമാണ്. ഇരുട്ട് പതിയെ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇത് ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് പോയാൽ എറണാകുളം, പിന്നെ ഇവിടെ നിന്ന് റൈറ്റിലോട്ട് പോയാൽ തേവര ഫെറി, ആ ഒരു സൈൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കിടക്കുന്ന സമയത്ത് കുറേ, അതെ തേവര ഫെറി, അതൊരു സ്ഥലത്തിന്റെ പേരാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ കുറെ നിന്ന് പോകലുകളും എഴുതേ ഇത് വന്നിട്ടുണ്ട്, പച്ച കളർ സിഗ്നൽ വന്നിട്ടുണ്ട്. സിഗ്നൽ വന്നു. അപ്പൊ പതിയെ ഇനി ഫ്രണ്ടിലെ വണ്ടി എടുക്കുന്ന സമയത്താണ് നമുക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അല്ലാതെ എടുക്കാൻ അറിയാൻ പാടില്ല എന്നല്ല, അല്ലാതെ എടുക്കാൻ പാടില്ല. നമ്മളപ്പോൾ ഫ്രണ്ടിലൊരു ഓട്ടോയും വന്നിട്ടുണ്ട്. ഞാനോ? ഞാൻ പോയാലും പക്ഷെ അറിയാതെ, അത് തന്നെത്താനെ നാച്ചുറൽ ആയിട്ട് വരുന്നതാണ്. വേണം എന്ന് പറഞ്ഞിട്ട് എക്സ്പ്രഷൻ അല്ല കേട്ടോ. നമുക്കിങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വണ്ടികൾ ഇങ്ങനെ കുത്തിക്കേറ്റുണ്ടാവും. 2 വീലർ ചിലപ്പോൾ എവിടെ നിന്നൊക്കെയാണ് കയറി വരണേന്നൊക്കെ ചില സമയങ്ങളിൽ ഓർക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി നമ്മൾ പതിയെ വണ്ടി എടുക്കുകയാണ്. അവിടെ നിന്ന് നല്ല ബ്ലോക്ക് ഉണ്ട്. കുറേ വണ്ടികളുടെ ഇടയിൽ കൂടിയിട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷെ ഇങ്ങനെയും കൂടി പോകണം. ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ടിൽ ഒരു ഓട്ടോയാണ്. പാലത്തിലധികം ഞാൻ ഓവർടേക്ക് ചെയ്യാറില്ല, അൺലെസ് നമ്മൾ അത്രയും കോൺഫിഡൻ്റ് ആണെങ്കിൽ മാത്രം. പിന്നെ ഓവർടേക്ക് ചെയ്യണതിനെ പറ്റി, പാലത്തിൽ നമ്മൾ ഓവർടേക്ക് ചെയ്യാണ്ടിരിക്കാൻ നല്ലത്. തുടക്കത്തിൽ ഓവർടേക്ക് നമ്മൾ കോൺഫിഡൻ്റ് ആകുമ്പോൾ മാത്രം ഓവർടേക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ സ്ലോലി നമ്മുടെ സൈഡ് ചേർത്ത് പോവുക എന്നുള്ളത് മാത്രമാണ്. ബാക്കിൽ ആൾക്കാർ വന്ന് ഹോൺ അടിച്ച് നമ്മളെ പേടിപ്പിക്കും. അതൊക്കെ ഉണ്ടാകും, അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതൊക്കെ തരണം ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. അത് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ ഒരു വിൽ പവർ, ആ ഒരു ആത്മധൈര്യം നമുക്ക് വേണം വണ്ടി ഓടിക്കുമ്പോൾ. പിന്നെ എതിരെ വരുന്ന വണ്ടി ചിലപ്പോൾ ഓവർടേക്ക് ചെയ്ത് നമ്മുടെ വണ്ടിയുടെ നേരെ വരുന്ന പോലെ തോന്നാം. അപ്പോൾ എനിക്ക് ആ തുടക്കത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാനപ്പോൾ വല്ലാണ്ട് ലെഫ്റ്റിലോട്ട് എടുക്കുമായിരുന്നു. പക്ഷെ വല്ലാണ്ട് ലെഫ്റ്റിലോട്ട് എടുക്കരുത്, അതും ഒരു തെറ്റായിട്ടുള്ള ഇതാണ്. നമ്മുടെ റൂട്ട് കറക്റ്റായിട്ട് തന്നെ നമ്മൾ പോകണം. മുന്നിൽ നിന്ന് സ്പീഡിൽ ചിലപ്പോൾ ഓവർടേക്കൊക്കെ ചെയ്ത് വരുന്നുണ്ടാവും. തുടക്കത്തിലൊക്കെ അത് തുടക്കത്തിൽ നല്ല ഇപ്പോഴും അങ്ങനെയൊക്കെ വരുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ സ്റ്റേണായിട്ട് നമ്മുടെ റൂട്ട് കറക്റ്റായിട്ട് തന്നെ
പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സൺസെറ്റ്. അപ്പോൾ നമ്മൾ 3rd ഗിയറിലാണ് കേട്ടോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം ഇങ്ങനെ ഓൾമോസ്റ്റ് ഇപ്പം ഞാൻ വണ്ടി എടുത്തിട്ട് ഒരു 1 മന്ത് മേലെ ആയിന്ന് തോന്നുന്നു. വണ്ടി എടുക്കാൻ ഗ്യാപ്പ് വരാൻ കാരണം നമ്മുടെ വഴിയിൽ മറ്റേ കട്ട വിരിക്കണായിരുന്നു, മറ്റേ ഗ്യാസ്. അതെ, അതെന്ത് ഗ്യാസാണോ? ബയോഗ്യാസ് പൈപ്പ് ലൈൻ വഴി. ഓൾറെഡി ചെറിയ വഴികളാണ് മരട് ഉള്ള സ്ഥലത്ത്. അപ്പോൾ അവിടെ ഇങ്ങനെ ഈ ഗ്യാസ് ലൈൻ മഞ്ഞ കളറ് പൈപ്പ് വരിക്കുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ബയോഗ്യാസിൻ്റെ പൈപ്പ് ലൈൻ ആണെന്ന് തോന്നുന്നു. അതും കൂടി കട്ട എല്ലാം പൊട്ടിച്ചിട്ട് പിന്നെ തിരിച്ചിട്ടില്ല. അപ്പോൾ വഴി ഓൾറെഡി ചെറിയ വഴിയാണ്, അതിൽ നിന്ന് വളരെ ചെറുതായി. അതുകൊണ്ട് തന്നെ കുറച്ച് നാൾ വണ്ടി എടുത്ത് പോകാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ മഴക്കാലമായി, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമുക്ക് വണ്ടി എടുക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ള രീതിയിലും കൂടി ആയപ്പോഴത്തേക്കും നമ്മൾ അധികം എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി നമ്മൾ പോകുന്നത് കുണ്ടന്നൂർ ജംഗ്ഷനിലോട്ടാണ് കേട്ടോ. കുണ്ടന്നൂർ ജംഗ്ഷനിലോട്ടാണ് നമ്മൾ എത്തുന്നത്. അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് വേണം നമ്മളുടെ വീട്ടിലോട്ട് പോകാൻ. ബോബ ടീ കഴിക്കണമെന്ന് കുറേ നാളുകളായിട്ട് ചെറിയ കുഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ ബോബാബേ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് വന്നേക്കുന്നത്. അപ്പോൾ അവിടെ ഐസ്ഡ് ടീ നമ്മൾ ഓർഡർ ചെയ്തത് ഏതായിരുന്നു? ബ്ലൂബെറിയുടെ ഐസ് ടീ ആണ് കേട്ടോ ഓർഡർ ചെയ്തത്. 160 റുപ്പീസാണ്. ഒരെണ്ണം ഓർഡർ ചെയ്തു, എങ്ങനെയുണ്ടെന്ന് നോക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ഒരെണ്ണമാണ് ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവർ ഇതിന് മേലേക്ക് കയറിയിരുന്ന് അവിടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഫൈനലി ബോബ ടീ വന്നു. കിട്ടിയപ്പോൾ തന്നെ ഐസ്ഡ് ടീ ആണ് കേട്ടോ. തണുപ്പാണ് ടീ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി ചൂടായിരിക്കുന്നു, പക്ഷേ ചൂടല്ല. വലിയ സ്ട്രോയാണ്, അതിൻ്റെ അകത്ത് ഇങ്ങനെ കുറേ ബബിൾസൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടി വരാൻ പറ്റുന്ന രീതിയിലാണ് സ്ട്രോ. ഒരെണ്ണേ മേടിച്ചുള്ളൂ, 2 പേർക്കും ഭയങ്കര ഇഷ്ടമായി. അവരതങ്ങനെ കഴിച്ച് അതിൻ്റെ ഒരു എക്സ്പ്രഷനൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ രീതിയിൽ ചെറിയ ചെറിയ സാധനങ്ങളുണ്ടാവും കേട്ടോ. അതിൻ്റെ അകത്തൊരു ബബിൾസ് പോലെ ഒരു സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഒരെണ്ണം മേടിച്ചുള്ളൂ തൽക്കാലം. ഇന്ന് ഒരെണ്ണം മതി എന്നുള്ള രീതിയിൽ ഒരെണ്ണം മേടിച്ച് നമ്മൾ ഷെയർ ചെയ്ത് കഴിച്ചു. ബോബ ടീ മേടിച്ചു കൊടുത്ത് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു പൂജിതയുടെ. ബോബ ടീ വേണം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ബർത്ത്ഡേക്ക് മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്, പക്ഷേ പനിയായിരുന്നു. നമ്മൾ ഫോർമാളിൽ പോയപ്പോൾ ബോബ ടീ കണ്ടതാണ്. ഈ സംഭവങ്ങളൊന്നും ഞാൻ ഇതുവരെ കേട്ടില്ല. ഇവർ പറയുമ്പോഴാണ് ബോബ ടീ ഉണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ബോബാബേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എന്ത് ഫ്ലേവർ അയച്ചത്? ബ്ലൂബെറി ഐസ് ടീ. ബോബ ടീ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ പേരാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ പല ഫ്ലേവേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ കണ്ടതിൽ ഷെയ്ക്കും ഐസ് ടീ ഉണ്ടെന്നാണ് അവിടെ അവൈലബിൾ ആണെന്ന് പറഞ്ഞത്. മൊജിറ്റോയും ഉണ്ട്. ഈ സംഭവങ്ങളൊന്നും എനിക്ക് വലിയ അറിയില്ല. അപ്പോൾ ബോബ ടീ വേണം, ഇങ്ങനെ കുറേ ബബിൾസ് പോലെയുള്ള ഒരു സംഭവം. അപ്പോൾ അത് വേണം എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളത് മേടിച്ചു കൊടുത്തതാണ്. ഇവിടെ ഇരുട്ടായി തുടങ്ങി, നമ്മൾ പതിയെ പോവുകയാണ്. ആമസോൺ, ഫ്ലിപ്കാർട്ട് അങ്ങനെ ഓൺലൈനിൽ ഇതിൽ ബോബ വാങ്ങാൻ കിട്ടും. ആണോ? എന്നിട്ട് അത് നമ്മൾ തിളപ്പിച്ച് നമ്മൾ തന്നെ ഉണ്ടാക്കണം. ഒരു കുഞ്ഞു ബോൾ വരെ കിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തുട്ടാണ്? ബോബ ടീ. അങ്ങനെ നമ്മൾ പതിയെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ചെറിയൊരു വ്ളോഗാണ് ഉദ്ദേശിച്ചത്. ഇരുട്ടായി തുടങ്ങി, എടുത്തപ്പോൾ വലുതായി. അപ്പൊ ഇന്ന് ഒരു ഔട്ടിംഗ് വിത്ത് മൈ ഗേൾസ് ആണോ? കുട്ടികൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഔട്ടിങ്ങിനെ പറ്റി? എന്താണ് അഭിപ്രായം? പ്രതീക്ഷിച്ച ഇന്ന് ഔട്ടിങ് പോകുന്നു പറഞ്ഞിട്ടൊന്നുമില്ല ഇവരോട്. പോണേന് ഒരു 15 മിനിറ്റ് മുമ്പാണ് പറയണത്. പിന്നെ രണ്ടും കൂടി ഒരുങ്ങാനായിട്ട് പോയി. എന്താണ് ഇന്നത്തെ അഭിപ്രായം? അൺഎക്സ്പെക്റ്റഡ് ആണോ? അല്ല, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഓക്കെ, ഞാൻ ഇതിന് 7 കൊടുക്കത്തുള്ളൂ. ഓക്കെ, ഈ വഴികളൊക്കെ ഒന്ന് 7 അല്ലെങ്കിൽ 6 ഞാൻ കൊടുക്കും. ഓക്കെ. അമ്മ ശരിക്കും കാണുമ്പോൾ ആർക്കാണെങ്കിലും ഫോണിൽ കൂടി കാണുമ്പോൾ നല്ല ലൈറ്റ് ഉണ്ട് കേട്ടോ. ആണോ? അതെ, നല്ല വയലറ്റ്. അതല്ലേ. അപ്പൊ നമ്മളിങ്ങനെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വ്ളോഗിൽ ഇത്രയൊക്കെ തന്നെ ഉദ്ദേശിച്ചുള്ളൂ. സിംപ്ലി ചുമ്മാ ഒരു വ്ളോഗ് അല്ലേ? അത്രേ ഉള്ളൂ. കാർ ഡ്രൈവിംഗിന്റെ വീഡിയോസ് കാണാൻ ആഗ്രഹമുള്ള കുറച്ച് പേരുണ്ടെന്ന് തോന്നാറുണ്ട്. അപ്പൊ അവർക്ക് ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്നും കൂടി വിചാരിച്ചിട്ടാണ് സ്വന്തമായിട്ട് കാർ ഡ്രൈവ്. ഇപ്പൊ ഓക്കെ, ശരി, 6 or 7 ഒക്കെ കൊടുക്കാന്നുണ്ട് ഇന്നത്തെ ഔട്ടിങ്ങിനെ പറ്റി. അപ്പൊ അതൊക്കെ തന്നെ ഉള്ളൂ. നമ്മള് വെറുതെ ഒന്ന് ഔട്ടിങ്ങിന് പോയി തിരിച്ച് വീട്ടിലോട്ട് കയറാൻ പോകുന്നു. നേരത്തെ വീട്ടിലായിരുന്നപ്പോൾ ചെറിയ ഗേറ്റ് ആയിരുന്നു. അപ്പൊ അവിടെ അങ്ങോട്ടോട്ട് കയറ്റാനുള്ള ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ പക്ഷെ അങ്ങനത്തെ ഒരു പ്രശ്നം വലിയ ഗേറ്റ് ആണ്. അതെ, വലിയ ഗേറ്റ് ആണ്. അത് നമുക്ക് വേണ്ടി പണിതല്ല, വർക്കേഴ്സിന് വേണ്ടി
ഗോഡൗണിൽ വലിയ വലിയ വണ്ടികൾ കയറ്റാൻ വേണ്ടി പണിതാണ്. പക്ഷെ എനിക്കത് ഉപകാരപ്പെട്ടു. യെസ്, ഹോം ടൂർ ഇട്ടിട്ടുണ്ട്. ആ ചേച്ചിയുടെ മുടി നോക്കൂ, നീളമുള്ള മുടിയുള്ള പെൺകുട്ടി. നിങ്ങളുടെ അമ്മമാര് ഇങ്ങനെയാണോ എന്ന് പറയണോട്ടോ. എന്ത് അമ്മമാര് എങ്ങനെയാണോ എന്നാ ഉദ്ദേശിക്കണത്? നമ്മള് വീടെത്താറായി, മതിയായി. ഇതോ അപ്പൊ നമ്മൾക്ക് പതിയെ പതിയെ നമ്മൾ വീട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ബൈ ബൈ. കുട്ടികൾ ഗേറ്റ് തുറക്കാനായിട്ട് പോയിട്ടുണ്ട്. താക്കോൽ എടുക്കണ്ടാണ് പോയേക്കണത്. തിരിച്ചിപ്പോൾ തന്നെ ഇങ്ങോട്ട് വരും കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണാം. ആൻഡ് ഫൈനലി സേഫായിട്ട് നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇതൊരു ചെറിയ വ്ളോഗ്, ചുമ്മാ ഒരു വ്ളോഗ്. ഓക്കെ, അപ്പോൾ കാർ ഡ്രൈവിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ചെയ്ത് പതിയെ പേടിയൊക്കെ ഉള്ളവർ പതിയെ കാറൊക്കെ എടുത്തിട്ട് ഇറങ്ങുക. ഓൾ ദ ബെസ്റ്റ് നിങ്ങളുടെ ഡ്രൈവിങ്ങിനായിട്ട്. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.